പുസ്തകം ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ കൂടെ അറിയിക്കണം. ഇതിൻ്റെ ഒരു സത്യം അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം കൂടി വിവാദമായി പറയുന്നുണ്ട്, അത് എത്ര കണ്ടെന്നറിയില്ല. ശബരിമലയിൽ വെളിച്ചപ്പാടിനെ ഒരു കാലത്തും അംഗീകരിച്ചിരുന്നില്ല. വെളിച്ചപ്പാടെന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ജാനകി അമ്മയുടെ അച്ഛനെന്ന് പറയുന്ന ആൾ അവിടെ പോയി അയ്യരായിട്ടിരുന്നു. അയ്യരെന്ന് പറയുന്ന അദ്ദേഹം അവിടെ ചെന്നു, അവിടെ വെളിച്ചപ്പാടായിരുന്നു എന്നല്ല, അവിടെ ആളുകൾ വരുമ്പോൾ അത് മറ്റേ അമ്മയും സമ്മതിക്കുന്നുണ്ട്, ജാനകി അമ്മയുടെ അമ്മയും സമ്മതിക്കുന്നുണ്ട്. തുള്ളലും വെളിച്ചപ്പാടൊന്നുമല്ല, അവിടെ ഇരിക്കുകയും ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചോദിച്ചറിയുന്ന ജ്യോതിഷം ചോദിച്ചറിയുമ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ചില ആളുകളോട് നമ്മൾ ചോദിച്ചറിയുമല്ലോ. അപ്പൊ ചോദിച്ചറിയുമ്പോൾ ആളുകൾക്ക് കാര്യം പറയുകയും ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായി നടക്കുകയും ചെയ്യുന്ന ഒരു ജ്യോതിഷി സ്വഭാവമുള്ള ഒരു വെളിച്ചപ്പാട് എന്നുള്ള കാര്യങ്ങൾ പറയുന്ന വെളിച്ചപ്പാട് എന്നുള്ള നിലയിലാണ് ഉണ്ടായിരുന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഇല്ലായിരുന്നു എന്നും കൃത്യമായി ചില രേഖകളിൽ പറയുന്നു. അങ്ങനെ ഒരാൾ അവിടെ സ്ഥിരമായി ഇല്ലായിരുന്നു. അപ്പൊ ഇനി ഇതൊക്കെ 20കളിൽ നടന്ന 20 മുതൽ 50 വരെ 1950 വരെ നടന്ന കഥകളാണ്. അപ്പോൾ ഇതൊക്കെ കഥകൾ എന്തിനാണ് ഇപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു താല്പര്യവും ഇതിനകത്തില്ല. ശബരിമല അയ്യപ്പനെ സംബന്ധിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ഹൈന്ദവ സമൂഹം ഈ കിട്ടുന്നതെല്ലാം പാടുകയും കിട്ടുന്നതെല്ലാം ആടുകയും ചെയ്യുന്ന, കാണുന്നതെല്ലാം കേൾക്കുകയും കാണുന്നതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ അവിടെ ദൈവകോപവും അയ്യപ്പന്റെ യഥാർത്ഥ ഭക്തിയും ചൈതന്യവും ഒക്കെ എവിടെ പോകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗോപാലമേനോനെ ഇറക്കി വിട്ടതിൻ്റെ, ശബരിമലയിൽ നിന്ന് ഹരിവരാസനം പാട്ട് ദിവസവും പാടിക്കൊണ്ടിരുന്ന ഗോപാലമേനോനെ സന്യാസി രൂപത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്ന VR ഗോപാലമേനോനെ ഇറക്കി വിട്ടതിൻ്റെ ഒരു ശാപവും പാപവും ഒക്കെ ഉണ്ടോ എന്ന് കൂടി നമുക്ക് ആലോചിക്കണം. എന്തായാലും അതുപോലെ ഈശ്വരൻ നമ്പൂതിരിയെ മാറ്റിയത് സംബന്ധിച്ചും ഒരു വലിയ വിവാദമുണ്ട്. അതിപ്പോൾ ഞാൻ തുറക്കുന്നില്ല, വേറെ വീഡിയോയിൽ പറയാം. ഈശ്വരൻ നമ്പൂതിരിയെ ശബരിമലയിൽ നിന്ന് ദേവസ്വം വന്നപ്പോൾ മാറ്റിയ 4 വർഷമായി തുടർന്ന നമ്പൂതിരിയെ മാറ്റിയ കഥയും വളരെ രസകരമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കൗതുകമുള്ള പഴയ ചരിത്രത്തിൻ്റെ വല്ലാത്ത കഥകളാണ് ശബരിമലയിൽ നിന്ന് അറിയുന്നത്.